തൃശൂർ DCC ജനറൽ സെക്രട്ടറി അഷ്റഫിനെതിരെ തട്ടിപ്പ് കേസ്. സ്ഥലം വിൽക്കാനുണ്ട് എന്ന പേരിൽ ഇടനിലക്കാരൻ വഴി അഷ്റഫ് 20 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതി. മാള ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആശ സേവ്യർ നൽകിയ പരാതിയിൽ വഞ്ചന കുറ്റം ചുമത്തി മാള പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, അഷ്റഫിനെതിരെ തട്ടിപ്പ് കേസ് വന്നിരിക്കുകയാണ്. DCC ജനറൽ സെക്രട്ടറി എന്തൊക്കെ കാര്യങ്ങൾ ഈ പരാതിയിൽ പറയുന്നു? എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ അഷ്റഫിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ലക്ഷ്മി, തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് മാള സ്വദേശിയായ DCC ജനറൽ സെക്രട്ടറി A അഷ്റഫ് വിശ്വാസവഞ്ചന നടത്തി പണം അപഹരിച്ചു എന്നുള്ളതാണ് പരാതി. മാളയിലെ ഗവൺമെൻറ് ആശുപത്രി സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ ആശയാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. 2025 ഏപ്രിൽ 7-നാണ് തട്ടിപ്പിന് അടിസ്ഥാനമായ സംഭവം നടക്കുന്നത്. അഷ്റഫിൻ്റെ പേരിലുള്ള 3 സെന്റ് വസ്തുവും പുരയിടവും ഡോക്ടർ ആശയ്ക്ക് വിൽക്കാൻ എന്നുള്ള പേരിൽ സമീപിക്കുന്നു. ഇടനിലക്കാരനായ ജലീൽ വഴിയാണ് അഷ്റഫ് ഡോക്ടറെ സമീപിക്കുന്നത്. തുടർന്ന് ഈ സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി 25 ലക്ഷം രൂപ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഡോക്ടർ അഷ്റഫിന് കൈമാറുന്നു. പിന്നാലെ ഈ സ്ഥലത്തിൻ്റെ സാങ്കേതിക നടപടികൾ, വിൽപ്പനയുമായി ബന്ധപ്പെട്ട സാങ്കേതിക നടപടികളൊക്കെ അന്വേഷിച്ചപ്പോൾ വില്ലേജ് ഓഫീസിൽ ഈ വസ്തുവിന്മേൽ വലിയ കടബാധ്യതയുണ്ട്, ഈ പുരയിടത്തിനും ജപ്തിയുണ്ട്, ലോണുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. ഈ തട്ടിപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഡോക്ടർ 25 ലക്ഷം രൂപ തിരികെ വേണമെന്ന് അഷ്റഫിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ പണം മടക്കി നൽകാൻ ഇയാൾ തയ്യാറായില്ല. തുടർന്ന് നിരവധി തവണ പരാതി ഉന്നയിച്ചതോടുകൂടി 5 ലക്ഷം രൂപ മാത്രമാണ് ഡോക്ടർക്ക് മടക്കി നൽകിയത്. 20 ലക്ഷം രൂപ മകളുടെ വിവാഹ ആവശ്യത്തിനായി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി എന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. ഏറെ നാൾ ഇതിന് പിന്നാലെ സമവായ ചർച്ചകളടക്കം നടത്തി വിവിധ നേതാക്കളുമൊക്കെയായി ബന്ധപ്പെടുത്തി അഷ്റഫിനോട് പണം തിരികെ വാങ്ങാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇയാൾ ഇത് പണം നൽകാൻ തയ്യാറാവാത്തതിനെ തുടർന്നാണ് ഡോക്ടർ പരാതി നൽകിയത്. വിശദമായ പരാതിയിന്മേൽ പോലീസ് അന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടുകൂടി വിശ്വാസവഞ്ചന അടക്കമുള്ള സാമ്പത്തിക തിരിമറി അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അഷ്റഫിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ പോലീസ് സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ തന്നെ ഇയാൾ ഈ സ്ഥലത്തു നിന്ന് മുങ്ങുകയാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളതായാണ് പറയുന്നത്. DCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. മാളയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ് ഈ അഷ്റഫ് എന്ന് പറയുന്നത്. അഷ്റഫിനെ കൂടാതെ അഷ്റഫിൻ്റെ മകൾ അഖില അഷ്റഫ്, ഇടനിലക്കാരനായ ജലീൽ എന്നിങ്ങനെ 3 പേർ കേസിൽ പ്രതികളാണ്. മാള പോലീസ് ഇന്നലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏതായാലും വലിയ വഞ്ചനയാണ് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഡോക്ടറായിട്ടുള്ള വ്യക്തിക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും പണം തിരികെ ലഭിക്കാൻ ഉള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെട്ട് ഉണ്ടാകണമെന്നുമുള്ളതാണ് ഡോക്ടർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അഷ്റഫിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടോ വിശ്വാസവഞ്ചനയുമായി ബന്ധപ്പെട്ടോ കോൺഗ്രസ് നേതൃത്വം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ലക്ഷ്മി, ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം, ഒരു നടപടി അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ ലെവിൻ? കോൺഗ്രസ് നേതാക്കൾക്ക് നേരത്തെ തന്നെ അറിവുള്ള ഒരു സംഭവമാണ്. ഡോക്ടർ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളോട് അടക്കം പരാതി ഉന്നയിച്ചതുമാണ്. പക്ഷേ അന്നൊന്നും യാതൊരു തരത്തിലുള്ള ഒരു നടപടിയും ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് ഇയാളെ പ്രതി ചേർത്ത് കേസെടുത്തൊരു സാഹചര്യത്തിൽ എന്തായിരിക്കും കോൺഗ്രസിൻ്റെ പ്രതികരണം എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഈ വിശ്വാസവഞ്ചനയടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങളാണ്, സാമ്പത്തിക തട്ടിപ്പടക്കമുള്ള കാര്യങ്ങളാണ് അഷ്റഫിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു നടപടി ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാകാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിൻ്റെ വാദം കൂടി കേട്ടതിന് ശേഷമായിരിക്കും അത്തരം നടപടികളിലേക്ക് പാർട്ടി നേതൃത്വം കടക്കുക എന്നുള്ളതാണ് നമുക്ക് സൂചന ലഭിക്കുന്നത്. ഏതായാലും DCC പ്രസിഡന്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായി നമ്മൾ ഈ കാര്യം സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ഫോണിൽ ലഭിച്ചില്ല. പിന്നാലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണ്, കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ ബന്ധപ്പെട്ടതിന് ശേഷമേ നമുക്ക് മനസ്സിലാക്കാനാവുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം, DCC പ്രസിഡന്റ് ഒരു പ്രതികരണം എടുക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ട്. ഏതായാലും അഷ്റഫ് നിലവിൽ നാട്ടിലില്ല, മുങ്ങിയിരിക്കുകയാണെന്നുള്ള വിവരമാണ് മാള പോലീസ് നൽകുന്നത്. ഏതായാലും 25 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ മാത്രം മടക്കിക്കൊടുത്ത് 20 ലക്ഷം രൂപയുടെ വലിയ സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ്, വിശ്വാസവഞ്ചന തന്നെയാണ് ഈ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ DCC ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ സമവായ ചർച്ചകൾ നടത്തിയെങ്കിലും ആ ചർച്ചകൾക്കൊന്നും ഒരു പരിഹാരം ഉണ്ടാകാതെ വരികയും പണം തിരികെ നൽകാതെ വരികയും ചെയ്തതോടുകൂടിയാണ് മാള പോലീസിൽ ഡോക്ടർ ആശ പരാതി നൽകിയതും പിന്നീട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തതും കേസെടുത്തു. DCC ജനറൽ സെക്രട്ടറിക്കെതിരെയാണ് ഏതായാലും ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് പരാതി വന്നിരിക്കുന്നത്, കേസ് എടുത്തിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് നേതൃത്വം എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. അദ്ദേഹത്തെ നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ പ്രതികരണവും ലഭ്യമായിട്ടില്ല. ഈ
കേസിന് ഇരയായിട്ടുള്ള ഈ കേസ് എടുക്കപ്പെട്ടിട്ടുള്ള അഷ്റഫിൻ്റെ പരാതി അയാളുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. അയാൾ സ്ഥലത്തില്ല എന്നാണ് പറയുന്നത്, ഒളിവിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ പങ്കുവച്ചത് തൃശ്ശൂരിൽ നിന്ന്.